ഇതാണ് നീലക്കുയിൽ. നീയാണ് നീലക്കുയില്. അത് നീ എന്തിനാ വിളിക്കുന്നത്? എന്റെ മുഖം എടുത്തിട്ടേ പോകുന്നു. അത് ശരി. അതെ അത് ഒന്നുമില്ല, വേറെ ഒന്നുമല്ല. നിങ്ങളെയൊക്കെ ഇപ്പോഴും ഒരുമിച്ച് കിട്ടുമല്ലോ. മുഖംമൂടിയുണ്ട്. ഇവിടെ ഒരാൾ ഓടി. എങ്ങനെയുണ്ട് കല്യാണം? എങ്ങനെയുണ്ട് റിസപ്ഷൻ? എങ്ങനെയുണ്ട് റിസപ്ഷൻ? എങ്ങനെയുണ്ട്? അത് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളല്ലേ സെലിബ്രിറ്റി? അല്ലല്ലേ, നിങ്ങളെ ഞാൻ പറയുന്ന പാപ്പരാറ്റീസ് ആണ്. നിങ്ങൾ പാപ്പരാറ്റീസ് ഓൾസോ സെലിബ്രിറ്റീസ്. നീയാണോ നീലക്കുയില്? എടാ ബ്ലൂ ഫിലിം എന്ന് കേട്ടിട്ടുണ്ട്. നീലക്കുയില് ഞാൻ ആദ്യം കേൾക്കുന്നതാണ്. നീ എന്തിനൊന്നും ഇല്ല. ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ കാണാറുണ്ട്. കാരണം നീ പെമ്പിള്ളേരുടെ വേറെ ആംഗിളിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാണ് ലോ ആംഗിളിന്റെ കേട്ടില്ലോ. എന്റെ ലോ ആംഗിൾ ഇല്ലല്ലോ, എന്റെ ലോ ആംഗിൾ. എല്ലാരും കിട്ടിയെന്ന് കേട്ടെ. ഏതോ കേസിലെ പ്രതിയാണ് കേട്ടോ. എന്താ മുഖം വെളി വന്നു കഴിഞ്ഞാൽ അപ്പൊ അകത്താണ്. കാർത്തിക് സൂര്യന്റെ കല്യാണ റിസപ്ഷന് സാബുമോൻ ആ റിസപ്ഷന് ഓഡിറ്റോറിയത്തിൽ ഇറങ്ങിയപ്പോൾ ഓൺലൈൻ മീഡിയാസ് സാബുമോന്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ സാബുമോൻ ഓൺലൈൻ മീഡിയാസിന്റെ വീഡിയോ എടുത്ത ദൃശ്യങ്ങളാണിത്. അത് സാബുമോൻ എടുക്കാനുള്ള കാരണം, ഈ ഓൺലൈൻ മീഡിയാസ് സെലിബ്രിറ്റീസിന്റെയും മറ്റാൾക്കാരുടെ ഒക്കെ വീഡിയോ എടുക്കും. പക്ഷെ ഇത് എടുക്കുന്നത് ആരാണെന്ന് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാബുമോൻ ഇവരെ വീഡിയോ എടുത്തത്. അപ്പൊ അതിലുള്ള ദൃശ്യങ്ങളാണ്. ആൾക്കാർ ഇവര് ഓൺലൈൻ മീഡിയാസിന്റെ വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഈ മുഖം പൊത്തിക്കൊണ്ട് ഓടുകയാണ്. അപ്പോ ഇവര് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു മാന്യമായ ജോലിയാണെങ്കിൽ വീഡിയോന്റെ ക്യാമറന്റെ പുറകുന്ന് മുഖം മറച്ചോടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവർക്ക് എല്ലാവരുടെയും വീഡിയോ എടുക്കാം. ഇവരെ മുഖം ആരും പബ്ലിക്കിന് കാണിക്കാൻ പാടില്ല. കാരണം എന്തോ അവർ ചെയ്യുന്ന ജോലി എന്തോ തെറ്റായ ജോലിയാണെന്നുള്ള അവർക്ക് തന്നെ അറിയാം. ഇത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം അവർ മുഖം പൊത്തിയോടും. സാബുമോൻ ഈ വീഡിയോ എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നീലക്കുയിലിനോടാണ്. അപ്പം ഈ നീലക്കുയിലിന്റെ വീഡിയോ എടുക്കുന്ന ആംഗിളിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് സാബുമോൻ സംസാരിച്ചത്. ആ സമയത്ത് സാബുമോന്റെ വീഡിയോ നീലക്കുയിൽ എടുക്കുന്നുണ്ടായിരുന്നു. ആ എടുത്ത വീഡിയോ നീലക്കുയിലിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തു. അതിന്റെ ക്യാപ്ഷനാണിത്: ഞങ്ങൾ നേരിട്ട് വന്ന് വീഡിയോ എടുക്കുന്നു. സാബുമോൻ പണ്ട് ഒളിക്യാമറ വെച്ച് വീഡിയോ എടുക്കും. വ്യത്യാസം അത്രയേ ഉള്ളൂ. അതിന് ഒളിക്യാമറ നീല സാബു എന്നും പറഞ്ഞൊരു പേരും കൊടുത്തു. കഴിഞ്ഞ കാലം മറക്കരുത് സാബു. പണ്ടത്തെ FFC ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒളിക്യാമറ വെച്ച് ആളുകളുടെ അനുവാദം കൂടാതെ ഷൂട്ട് ചെയ്ത് ചാനലുകൾക്ക് വിറ്റിരുന്ന തരികിട സാബു ഇങ്ങനെ തന്നെ പറയണം. പെട്ടെന്ന് സെലിബ്രിറ്റി ആയപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്നോ? അന്നത്തെ നീലക്കുയിൽ സാബുമോൻ ആയിരുന്നു. തരികിട കുയിൽ സാബു. FFC ഗ്രൂപ്പിലെ ബ്ലോഫിലിം കഥകളും എല്ലാം മറക്കുമോ പെട്ടെന്ന് എന്നാണ് ക്യാപ്ഷൻ കൊടുത്തത്. അപ്പൊ അതില് ക്യാപ്ഷന്റെ അകത്ത് നീലക്കുയിൽ പറയുന്നുണ്ട് മേലെ, ഈ അന്നത്തെ സാബുമോനാണ് ഇന്നത്തെ നീലക്കുയിൽ. അപ്പൊ അന്നത്തെ സാബുമോൻ നീല സാബു ആണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ആ നീല സാബു ഒരു മോശം വീഡിയോ എടുക്കുന്നല്ല ഈ നീലക്കുയിൽ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ അതേ അന്നത്തെ സാബുമോൻ ഇന്നത്തെ നീലക്കുയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നീല വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് സമ്മതിച്ചിരുന്ന ഒരു ക്യാപ്ഷൻ ആയിപ്പോയി. മറ്റ് വീഡിയോകൾക്ക്, അതായത് ഇവർ എടുക്കുന്ന, ഇതിപ്പോ നീലക്കുയിലിന്റെ കാര്യം മാത്രമല്ല, എല്ലാ ഓൺലൈൻ മീഡിയാസും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ കമന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് തെറിവിളി കമന്റ് ആയിരിക്കും, തെറിവിളി കമന്റ് കിട്ടിയാലും വീഡിയോ റീച്ച് ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇവർ കൊടുക്കുന്ന ക്യാപ്ഷനുകളാണ് രസകരം. ലാലേട്ടൻ വെള്ളം കുടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന ക്യാപ്ഷൻ: ബോട്ടിൽ അടപ്പ് കൈകൊണ്ട് തുറന്ന് വെള്ളം കുടിക്കുന്ന ലാലേട്ടൻ, കാലുകൊണ്ട് ചിരിപ്പ് ഇടുന്ന നടി, ദാഹിച്ചപ്പോൾ വെള്ളം വായിൽ ഒഴിച്ച് നടൻ. വെള്ളം ദാഹിച്ചാല് വായിലേക്കല്ലാതെ വേറെ എവിടെ ഒഴിക്കാനാണ്? അങ്ങനത്തെ ക്യാപ്ഷനുകളും ഇട്ട് ആൾക്കാരുടെ തെറിവിളി കമന്റും വാങ്ങി വീഡിയോ റീച്ച് ചെയ്ത് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഓൺലൈൻ മീഡിയാസ് എന്ന് പറഞ്ഞ് ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ പുറകെ ഫോണും പിടിച്ചുകൊണ്ട് ഓടുന്ന ഇവര്. അവർക്ക് അവരുടെ മുഖം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി പാടുപെടുക. അങ്ങനെ ഒരു വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു.
ആറാട്ടണ്ണന്റെ പിറന്നാളിന് അലൻ ജോസ് പെരേരയ്ക്ക് അടി കിട്ടിയ ഒരു വീഡിയോ വൈറലായി. അന്നേ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇപ്പൊ കണ്ടത്. അത് ഒന്നുകൂടെ കാണിച്ചത് സ്ലോ മോഷൻ. പോകുന്നു, കാല് നിലത്ത് വെക്കുന്ന സൗണ്ട് പോലും മറ്റവന്റെ വീഡിയോയിൽ കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് പതിയെ പതിയെ പതുങ്ങി പതുങ്ങി പൂച്ച നടക്കും പോലെയാ പോകുന്നത്. അതേ കക്ഷിയിൽ വേറൊരു ഒരു വീഡിയോ കൂടെ ഉണ്ട്, അന്നേ ദിവസം തന്നെയാ തോന്നുന്നു. പിടിച്ചോ പിടിച്ചോ അറിയാമോ? ഇവര് ഈ ഓൺലൈൻ മീഡിയാസ് ഈ ആറാട്ടണ്ണന്റെയും അലജസ് മറ്റു സെലിബ്രിറ്റീസുകളുടെ വീഡിയോ ഒന്നും എടുക്കാനില്ലാത്ത ദിവസങ്ങളിൽ, അതായത് അവരുടെ ഫങ്ഷൻസ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അവരെപ്പോഴും ഈ ഓൺലൈൻ മീഡിയാസ് എപ്പോഴും ഈ അലൻ ജോസ് പെരേരയുടെയും ആറാട്ടണ്ണന്റെ ഒക്കെ പുറകിലേ. കാരണം അവരുടെ അടുത്താവുമ്പോൾ ഡെയിലി കണ്ടന്റ് കിട്ടും. അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്ത് ഒക്കെ കണ്ടന്റ് ഉണ്ടാക്കും. അപ്പോൾ ഇവരുടെയൊക്കെ യൂണിവേഴ്സിൽ പോയിട്ട് ഇവരുടെയൊക്കെ വീഡിയോ എടുക്കുന്നത് തങ്ങളാണ് എന്ന് പബ്ലിക് അറിഞ്ഞാൽ, നാലാൾ അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടായത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ മുഖം മറിച്ച് ഓടേണ്ടി വരുന്നത്. എന്തിനാ ഇങ്ങനെ നാണക്കേടുള്ള ജോലി ചെയ്യുന്നത്? അധ്വാനിക്കാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ നാണക്കേട് സഹിച്ച് ഇവരുടെ പുറകെ പോകുന്നത്. അപ്പൊ ഇവരുടെ കൂടെ പോയാൽ കണ്ടന്റ് കിട്ടും, പക്ഷെ മുഖവും മറിച്ച് പോകേണ്ടി വരും ഇവര് നാലാൾക്കാർ കാണുമ്പോൾ ആ നാലാൾക്കാർ തങ്ങളെയും കാണുന്നുള്ള ബോധ്യം കൊണ്ട് അവർ മുഖം മറിച്ച് പോകേണ്ടി വരും. അതാണ് ഇതിലൊരു പ്രത്യേകത.